ചില ആളുകൾ പറയും ചാമ്പയിലൊക്കെ പുഴു വരും, അത് വേണ്ടാന്ന്. പക്ഷേ ഈ ചാമ്പയിൽ ഒരു പുഴു പോലും വരില്ല. വർഷകാലത്തും നല്ല ഉഷാറായിട്ട് ആ ഗ്ലേസിംഗിൽ നിൽക്കുന്നത് കാണാം. ഏതാണ്ട് 800 ഗ്രാം 880 ഗ്രാം തൂക്കം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ 4 ചാമ്പക്ക തന്നെ 502 504 ഗ്രാമോളം വരുന്നുണ്ട്. 133 ഗ്രാം ഒരു ചാമ്പക്ക ഉണ്ട്. 100 ഗ്രാം കൂടുതൽ കിട്ടുന്നുണ്ട് ഒരു ചാമ്പ ഉണ്ട്. ഇതാ ഇത് വെച്ച് നോക്കുക. നമുക്ക് അതെടുത്തിട്ട് അടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ ചാമ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ലൊരു 100% വെയിൽ വേണ്ട, ഒരു 50% വെയിൽ മതി. 150 ഗ്രാം തൂക്കണ്ട ഒരു ചാമ്പക്ക. 150 ഗ്രാം ഒരു ചാമ്പക്ക. ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത് PVS ഗാർഡനിലാണ് കേട്ടോ. നമ്മുടെ സ്വന്തം മൊയ്തീനിക്കാന്റെ ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചാമ്പയിൽ തന്നെ കേമന്മാരായിട്ടുള്ള 2 വെറൈറ്റീസ് ചാമ്പകളാണ് കേട്ടോ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറവിളപ്പിൽ. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടർനടക്കാവ് നമ്മളെ സ്ഥലം. നമ്മുടെ അടുത്തൂടെ ഒരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. അതിപ്പോൾ എല്ലാവർക്കും നമ്മൾ തൈകൾ കൊടുക്കലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചാമ്പ വെറൈറ്റിയിൽ, അതായത് ഇപ്പോൾ തായ്ലൻഡ് ആപ്പിൾ ചാമ്പ, പല ചാമ്പ വെറൈറ്റികളുണ്ട്. ചാമ്പ വെറൈറ്റിയിൽ ഏറ്റവും നല്ല ചാമ്പയിൽ കേമന്മാരെന്ന് തന്നെ പറയാം. ഞങ്ങളടുത്തിവിടെ 22ഓളം വെറൈറ്റി ചാമ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിലും ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റും മധുരവും 365 ദിവസം കായ്ക്കുന്നുമുണ്ട്. മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, അത് മഴക്കാലത്ത് നല്ല മധുരമുണ്ട്. അതുമല്ല അത് പുഴു വരണില്ല, എല്ലാ സമയത്തും കായ്ക്കുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിതിൽ ചാമ്പയിൽ കേമന്മാരെന്ന് പറയുന്നതും. അതുമല്ല അതിൻ്റെ വലിപ്പം ഒരു 175 ഗ്രാം മുതൽ 200 ഗ്രാം വരെ തൂക്കം വരുന്ന ഒരു ചാമ്പക്കയാണത്. കാണാൻ നല്ല ഭംഗിയും നല്ല രുചിയും, ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നല്ല രുചിയും എല്ലാ സമയത്തും കായ്ക്കലും പുഴു വരാത്തതുമായ ഒരു ചാമ്പക്കയാണ്. ഏത് മഴക്കാലത്തും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് കഴിച്ചാൽ നല്ല മധുരവും രുചിയും ഉണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റ് വെറൈറ്റി ചാമ്പ. മാത്രമല്ല ഏറ്റവും രുചിയും വലുപ്പവും മധുരവും ഒക്കെ ഉള്ള ടോപ്പ് നമ്പർ 1 വെറൈറ്റി എന്ന് പറയാം. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു കൊലയിൽ തന്നെ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ലഭിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. നമുക്ക് ഒരു കൊലയൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് എത്രത്തോളം ഉണ്ട്, ഒരു കൊലയിൽ എത്ര ഗ്രാം ലഭിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്തോ. തീർച്ചയായിട്ടും. എന്താണ് ഈ ഒരു പ്ലാന്റിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞുതരോ, ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ? അതായത് ഞങ്ങളെടുത്ത് ഈ ചാമ്പ മരം കിട്ടിയിട്ട് 10 വർഷമായി. 10 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. 10 വർഷം പഴക്കമുള്ളതാണ് ഇത് ഞങ്ങൾ ഇതിമെന്ന് തൈകൾ ഉണ്ടാക്കിയിട്ട് വേറെ 5-6 മദർ പ്ലാന്റ് വേറെ ഉണ്ട്. ഇതിന് 10 വർഷമായി. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് എല്ലാ സമയത്തും വർഷം മുഴുവനും കായ്ച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല വർഷകാലത്തും ഞാൻ പറഞ്ഞ പോലെ മഴ പെയ്യുന്ന സമയത്ത് നല്ല മധുര രുചിയും ഉള്ളൊരു ചാമ്പക്കയാണ്. ഒരു 175 ഗ്രാം മുതൽ 200 ഗ്രാം വരെ തൂക്കവും കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നിയത്, ഞാനിപ്പോൾ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വലുപ്പവും രുചിയും ഒക്കെ മധുരം ഒക്കെ ഉള്ള ചാമ്പക്ക ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ഇതും വേറെ ഒരു ചാമ്പക്കയുണ്ട്. 2 ചാമ്പയിൽ കേമന്മാരെന്ന് പറയില്ല നമ്മൾ. അതിൽ 22ഓളം വെറൈറ്റി ചാമ്പക്ക നമ്മളെടുത്തുണ്ട്. അതിൽ ചാമ്പയിൽ കേമന്മാർ എന്ന് പറയുന്ന 2 ചാമ്പക്കയാണിത്. ഇത് ഞങ്ങൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കണമെന്നില്ല. അത്യാവശ്യം തൈകൾ മാത്രം ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു മദർ പ്ലാന്റിന്റെ തൈകൾ മറ്റു നഴ്സറികളിൽ കിട്ടൂല? ഇല്ല, നഴ്സറികളിൽ ഒന്നും ഞങ്ങൾ കൊടുക്കണമില്ല. ഇതിന്റെ തൈ അതല്ല, ഈ ഒരു ബ്രാൻഡിങ്, അതായത് ഇതേപോലെ സാമ്യമുള്ള തൈകൾ കിട്ടാന്നാണ്. അത് കിട്ടും, അത് തീർച്ചയായും ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ സാമ്യമുള്ളതും ഇതേ വലിപ്പമുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്ര മധുരവും പിന്നെ രുചിയും ഈ എല്ലാ സമയത്തും കായ്ക്കുന്നതും ഈ മഴക്കാലത്ത് പോലും മധുരവും രുചിയും ഉള്ളത് കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഇത് കഴിച്ചു നോക്കി വാങ്ങാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് തന്നെ അതാണ്. ഇതിവിടെ മഴക്കാലത്ത് വന്നിട്ട് നിങ്ങൾക്ക് കഴിച്ചു നോക്കാം. മഴ പെയ്യുമ്പോൾ ഈ ചാമ്പക്ക വന്ന് കഴിച്ചു. 2 മാസം മുമ്പ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. 2 മാസം മുമ്പ് നമ്മളെ ജാബി വീഡിയോ എടുത്തിട്ട് അതിൽ കട്ട് ചെയ്തിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പുഴു ഇല്ല, ഒരു കേടും ഇല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള ചാമ്പക്ക, ഏറ്റവും രുചിയും മധുരവും ഒക്കെ ഉള്ള ചാമ്പക്ക ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് മഴ സമയത്ത്. ഇത് നമുക്ക് ഓൾ സീസൺ ആയിട്ട് കിട്ടുന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെ ചെറിയ ഫ്രൂട്ടുകൾ ഉണ്ട്, അതിൽ നിന്ന് അടുത്ത സൈനായി വരുന്നുണ്ട്, പൂ ഉണ്ടായി വരുന്നുണ്ട്.
അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ അറുത്ത് കഴിയുമ്പോഴേക്കും അടുത്ത സെക്ഷൻ ആയിട്ട് റെഡി ആവുന്ന ഫ്രൂട്ടുകൾ ഇവിടെ തയ്യാറാണ്. തീർച്ചയായിട്ടും ഇത് ഒന്ന് കഴിയുന്നതോട് മറ്റൊന്ന് വീണ്ടും പൂവിട്ട് വരികയാണ്. ആ പഴമാകുമ്പോൾ വീണ്ടും പൂവിട്ട് വരികയാണ്. അതാണ് ഇതിന്റെ സിസ്റ്റം. ഇതിലിപ്പോ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോ തുടക്കം മുതൽ, അതായത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ മുതൽ തന്നെ ഇതേ റിസൾട്ടിലേക്ക് വരും. കായ്ക്കുന്ന ഞാൻ കാണിച്ചത് ഇവിടെ ഉണ്ട് ഇതിന്റെ പ്ലാന്റ്. അതായത് ഇത് 10 വർഷമായി ഞങ്ങളെടുത്ത് ഈ പ്ലാന്റ് കിട്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളടുത്തൊരു 22ഓളം വെറൈറ്റി ചാമ്പക്ക ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും 2 കേമന്മാരായ ചാമ്പക്ക ഞങ്ങൾ തോന്നാൻ കാരണം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗമോ അല്ലെങ്കിൽ നിലത്ത് വെക്കണമെന്നൊന്നുമില്ല, കാരണം ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഇപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 30 ഗ്രോ ബാഗിലാണ്, കാരണം ഡ്രമ്മിലേക്കും കൂടി ഇറക്കി വെച്ചിട്ടില്ല, കവറിലാണ് ഇപ്പോഴും ഗ്രോ ബാഗിലാണ് ഇപ്പോഴും ഉള്ളത്. ഇതിന്റെ വണ്ണം നല്ല ആയിട്ടുണ്ട്. അതായത് 10 വർഷമായി. അത് നിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മരമായി മാറും. നിലത്ത് വെക്കുമ്പോൾ റിസൾട്ട് കൂടും, മരം വലുതാവും. അതാണ് പ്രത്യേകത. കാരണം ഇതിൽ വെക്കുമ്പോൾ 1 വർഷം കൊണ്ട് കായ്ക്കും. നിലത്തേക്കാണ് നടുമ്പോൾ 2.5 വർഷമാവും. 2.5 വർഷം ആ ഒരു ഡ്യൂറേഷൻ വ്യത്യാസം വരും. പക്ഷേ റിസൾട്ടിൽ കുറച്ചും കൂടി പിന്നെ ക്വാണ്ടിറ്റി കൂടും. ഓക്കെ. ഇത് നമ്മളെ മൊയ്തീൻ ചാമ്പ എന്ന് നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് അല്ല, കറക്റ്റ് ആയിട്ടുള്ള പേര് ജംബോസിട്ര എന്നാണ്. ജംബോസിട്ര എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചാമ്പയാണ്. പക്ഷെ ഈ ജംബോസിട്ര എന്ന് ചോദിച്ചുകൊണ്ട് നഴ്സറികളിലെ മറ്റുള്ള കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, ഏതാന്നുള്ളത് അറിയില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ നമ്മളെ ഫാമിൽ തന്നെ ഇത് തൈകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയൂല. കാരണം തൈകളുടെ ലീഫൊക്കെ ഏതാണ്ട് ഒരേ മോഡലാണ്. ഒരു 22ഓളം വെറൈറ്റി ചാമ്പപ്പോടെ ഉണ്ട്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അത് അത്രയും നമ്മൾ 10 വർഷം ആയതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി എല്ലാതും അറിയണതുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയാണ്. അല്ലാത്തൊരാൾക്ക്, ഒരു പുതിയ ഒരാൾക്ക് ഇവിടെ വന്നിട്ടിപ്പോൾ ഏതാണ് പിന്നെ ജംബോസിട്ര, ഏതാണ് പിന്നെ ഉമ്മർ ചാമ്പ, അല്ലെങ്കിൽ ഏതാണ് ഗ്രീൻ ചാമ്പ, അല്ലെങ്കിൽ ഏതാണ് ബാലി ചാമ്പ, ഏകദേശം ഈ ബാലി ചാമ്പി, ഞങ്ങളെ ഈ ചാമ്പി ഒക്കെ ഉമ്മർ ചാമ്പി ഒക്കെ ഏകദേശം ഒരേ മോഡലാണ് കണ്ടാൽ ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾക്ക് തോന്നിയ വ്യത്യാസം, ഏത് മഴക്കാലത്തും എല്ലാ സമയത്തും സീസൺ ഇല്ലാതെ കായ്ക്കുന്ന ഏറ്റവും മധുരവും രുചിയും ഒക്കെ ഉള്ള ഒരു ചാമ്പക്കായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പേര് ജംബോസിട്ര എന്ന് തന്നെയാണ്. വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സീഡ്ലെസ് ആണ്. അത് കുരു തീരല്ല. ഞങ്ങളിത് ലെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ തൈമ തന്നെ ലെയർ ചെയ്തുണ്ടാക്കുകയാണ്. തൈകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഒരു 6 മരം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം. അതിൽ നിന്നൊക്കെ ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ചാമ്പക്ക കട്ട് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ കയറ് കെട്ടിയിട്ടില്ലെങ്കിൽ അതാ നൃത്തം നിൽക്കൂലല്ലേ? ഊരി പോവും. ഇതിന് ഒരു കുത്തുപോലും ഇല്ല, ഒരു പോറൽ പോലും ഉണ്ടാവില്ല, ഒന്നുമില്ല. പിന്നെ ചില ആളുകൾ പറയും ചാമ്പയിലൊക്കെ പുഴു വരും, അത് വേണ്ടാന്ന്. പക്ഷേ ഈ ചാമ്പയിൽ ഒരു പുഴു പോലും വരില്ല. വർഷക്കാലത്തും നല്ല ഉഷാറായിട്ട് ആ ഗ്ലേസിങ്ങിൽ നിൽക്കുന്നത് കാണാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇനി ചാമ്പയ്ക്ക നമ്മളിപ്പോ പൊട്ടിച്ച 2 കൊലകളും നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചു. ഏതാണ്ട് 800 സംതിങ് ഗ്രാം, 880 ഗ്രാം തൂക്കം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് മാത്രം എടുത്തു നോക്കാം, അത് എത്ര ഉണ്ട് നോക്കാം. 880 ഗ്രാം തൂക്കം വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മാത്രം എടുത്തു നോക്കാം. അതായത് ഇപ്പൊ ഈ 4 ചാമ്പക്ക തന്നെ 502-504 ഗ്രാമോളം വരുന്നുണ്ട്. നമുക്ക് ഇനി ഒറ്റ ചാമ്പേന്റെ തൂക്കം നോക്കാം. തീർച്ചയായിട്ടും ഒന്ന് കട്ട് ചെയ്യണത് ഒന്ന് തൂക്കി നോക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അത് മാത്രം നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. ഒറ്റ ഒന്ന് 133 ഗ്രാം ഒരു ചാമ്പക്ക ഉണ്ട്. 100 ഗ്രാം കൂടുതൽ കിട്ടുന്നുണ്ട് ഒരു ചാമ്പ ഉണ്ട്. ഇതാ ഇതൊക്കെ വെച്ച് നോക്കുക. നമുക്ക് അത് എടുത്തിട്ട് അടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. 131 ഗ്രാം ഒക്കെ ഏകദേശം ആ ഗ്രാം വരുന്നുണ്ട്. ഒരു 10 ചാമ്പക്ക വെക്കുകയാണെങ്കിൽ, ഒരു 8 ചാമ്പക്ക വെക്കുകയാണെങ്കിൽ 1 കിലോന്റെ അടുത്ത് വരെ വരും. 940. ഓക്കെ, അപ്പൊ നല്ലൊരു വെറൈറ്റി ആണ്. നല്ല നമുക്ക് ഈൽഡും നിൽക്കും. അതായത് നമുക്ക് ഒരു ഷോപ്പിലേക്കൊക്കെ വിപണന സാധ്യത എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ടോപ്പ്. കാരണം വിപണന സാധ്യത മുന്നിൽ കണ്ടുപോയി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ചാമ്പയാണ് ഇത്. അതായത് നല്ല ടേസ്റ്റും നല്ല രുചിയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. പെട്ടെന്ന് സെയിലാകുന്ന ഒരു വെറൈറ്റിയാണിത്. പെട്ടെന്ന് സെയിൽ, മാർക്കറ്റുകളൊക്കെ പെട്ടെന്ന് ആളുകൾ കഴിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് സെയിലാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ നമ്മൾ ചാമ്പന്റെ മദർ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അടുത്തായിട്ട് സെറ്റ് ചെയ്ത തൈയാണിത്. ഇതിമ ഫുള്ളുണ്ട് കായ്ക്കും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഇതിമ തന്നെ നോക്ക്,
ഇതിമത പൂവായി വരണേ, പൂ വിരിഞ്ഞ് ചാമ്പക്ക ആയി വന്നത് ഇതാ അതിൻ്റെ ചെറിയ സ്റ്റേജ്, പിന്നെ അതിന് ചെറിയ സ്റ്റേജ് പൂ ഇട്ട് വരണത്, അതിലും ചെറുത് പൂ വിരിയാത്തത്, പിന്നെ പൂ വിരിഞ്ഞത്, ഇതൊക്കെ ഉണ്ട്. എല്ലാ ഇതും ഇതിമ തന്നെ. ഇതിന്റെ വളപ്രയോഗം ഒന്ന് പറഞ്ഞുതരുമോ? ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ഞങ്ങൾ ജൈവ വളങ്ങളാണ് കൂടുതൽ ഇടുന്നത്. അത് ഏത് സമയത്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും? ഓരോ 2 മാസം കൂടുമ്പോഴും, അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് തീർച്ചയായിട്ടും ഇടണം, എന്നാലേ ഇത് കായ്ക്കുള്ളൂ. അല്ല നമ്മൾ കൊണ്ടുപോയി വെച്ച് വിചാരിച്ചിട്ട് ഈ റിസൾട്ടിലേക്ക് കിട്ടൂല. പിന്നെ ഈ കായകൾ വലുതാവണമെങ്കിലും ഓരോ 2 മാസം കൂടുമ്പോൾ ജൈവ വളങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. അത് നമ്മൾ ഈ പറഞ്ഞ തന്നെ നിശ്ചിതമായ ഷെഡ്യൂളുകളിൽ കൊടുത്താൽ മതി. അത് സ്ലറി ആയിട്ടാണോ കൊടുക്കല്? അല്ല, സ്ലറി ഞങ്ങൾ കൊടുക്കലേ ഇല്ല. ഓക്കെ, എങ്ങനെയാണ് ഇത് കൊടുക്കണ രീതി? പിന്നെ ഓരോന്ന് കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിണ്ണാക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. എത്ര ഗ്രാം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ കണ്ട ഈ ചട്ടിയിലേക്കൊക്കെ? അത് ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഒരു 20 ഇഞ്ചിന്റെ ചട്ടിയാണെങ്കിൽ അതിൽ ഒരു 100 ഗ്രാം എല്ലുപൊടി ഇടാം, ഒരു 25 ഗ്രാം കടലപ്പിണ്ണാക്ക് ഇടാം, പിന്നെ വേപ്പും പിണ്ണാക്ക് 25 ഗ്രാം ഇടാം, പിന്നെ ചാണകപ്പൊടി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഒരു 1 കിലോനോ 2 കിലോനോ ഒക്കെ ഇടാം. ഓക്കെ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി. നമ്മൾ ഈ വളം പ്രയോഗിക്കുന്ന ആ ഒരു ദിവസം നമ്മൾ വെള്ളം എങ്ങനെയാണ് കൊടുക്കല്? വെള്ളം ഇടുന്ന അന്ന് നല്ല വെള്ളം കൊടുക്കും, എക്സ്ട്രാ കൊടുക്കും. നമ്മൾ സാധാരണ കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ കൊടുക്കും. കാരണം അതിങ്ങനെ ഉണങ്ങി പിടിക്കരുത് ഈ വളങ്ങളൊന്നും. അപ്പോൾ അന്ന് 2-3 ദിവസം നല്ലപോലെ നനക്കും, പിന്നെ കുറച്ച് കൊടുക്കും. ഓക്കെ, വെള്ളത്തിന്റെ അളവ് നമ്മൾ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യല്? സാധാരണ 1 നേരമാണോ 2 നേരമാണോ നനയ്ക്കല്? ഒരു ദിവസം 1 നേരം അത് മതി, അത്ര മതി. ഓക്കെ, പിന്നെ ഈ ചാമ്പൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ലൊരു 100% വെയിൽ വേണ്ട, ഒരു 50% വെയിൽ മതി ഈ ചാമ്പക്കക്ക്. നമ്മളെ പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നത് ഒരു മഴക്കുടില് മോഡലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ വലിയ ചാമ്പക്കനെ ശ്രദ്ധിച്ചാൽ എനിക്കറിയാം, അതൊരു കുടിലിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്ന തന്നെ ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് കാണിച്ചു തരാം. ഇവിടെയാണ് ആ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. ഒരു 3-4 പ്ലാന്റിന്റെ ഉള്ളിലാണ് അത് ഇരിക്കുന്നത്. ചാമ്പന്മാരിൽ കേമന്മാരെന്ന് പറഞ്ഞ 2 വെറൈറ്റിയിൽ പെട്ട ഒന്ന് നമ്മൾ ജംബോസിറ്റർ പറഞ്ഞു കഴിഞ്ഞ്, പിന്നെ ആളുകൾ നമ്മളെ പേരിൽ അറിയപ്പെടുന്ന ചാമ്പ എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് ഗ്രീൻ ചാമ്പ, അതായത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ ഇതിലൊക്കെ ചാടി കിടക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു വെറൈറ്റിയും കൂടിയാണിത്. ഇതാണ് നല്ലൊരു വലിപ്പം കിട്ടുന്ന വെറൈറ്റി. എന്താണ് ഈ ഒരു വെറൈറ്റിന്റെ പ്രത്യേകതകൾ? സീഡ്ലെസ് ആണ് ഇത് വരുന്നത്? സീഡ്ലെസ് ആണ്. ഇത് സീഡ്ലെസ് ആണ്. ഓക്കെ, നല്ല വെയിറ്റും വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഇതിന്റെ പ്ലാന്റ്. ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അടുത്തൊരു പഴത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഓൾ സീസൺ ആണ്. ഈ ഒരു പ്ലാന്റിന്റെ കാലപ്പഴക്കം എത്ര വരുന്നത്? ഇതും തന്നെ ഒരു 8 വർഷം ആയിക്കണ്. 8 വർഷം പഴക്കണ്ടല്ലോ? 8 വർഷം പഴക്കമുണ്ട്. അത് 8 വർഷമായിട്ട് നമ്മൾ ഇതേപോലെ പോട്ടിലാണോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ഇതിൽ തന്നെയാണ്, പോട്ടിൽ തന്നെയാണ്. ഓക്കെ, അതായത് വളരെ സ്ഥലപരിമിതി ഉള്ളവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്കും ചെയ്യാം. അതായത് ചെറിയ സ്ഥലം മതി, പിന്നെ വലിയ പോട്ടിലാണെന്ന് വലിയ മരമായി വളരൂല. അപ്പം നമുക്ക് എല്ലാ സമയത്തും കായ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കത് പ്രൂണിങ് അത്യാവശ്യമാണോ? നിർബന്ധമാണ്. അതായത് ഒരു കായ്ഫലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അതൊന്ന് പ്രൂൺ ചെയ്തു. നമ്മൾ ഈ പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യണത് നമ്മൾ തൈ ഉണ്ടാക്കുകയാണ്. ഒരിക്കലും കായ്ച്ചു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ തൈ ഉണ്ടാക്കുകയാണ്. പിന്നെ പ്രൂണിങ്ങിന്റെ ആവശ്യമില്ല, തൈ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, തൈ ഏത് രീതിയിലാണ് നമ്മൾ പൊതുവെ ഉണ്ടാക്കരുത്? ലെയർ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ലെയറിംഗ്, ബെഡല്ല ലെയർ ചെയ്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ചെറിയ വേരുള്ളതായതുകൊണ്ട് ബെഡിങ് ആണ്, ലെയറാണ് നല്ലത്. ലെയറിംഗ് ആണ് കുറച്ചും കൂടി ബെറ്റർ. ചാമ്പ, അതേമാതിരി പേരക്ക വെറൈറ്റി അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് അത്തി, ഇതൊക്കെ പെട്ടെന്ന് വേര് വരും ചെയ്യും, പെട്ടെന്ന് തൈകളാക്കി എടുക്കുകയും ചെയ്യാം. ഏത് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് തൈ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലെയർ. അത് നല്ലൊരു വെറൈറ്റി മദർ പ്ലാന്റ് നമ്മളെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. പക്ഷേ എല്ലാ സാധനങ്ങളും ലെയർ ചെയ്താൽ പിടിക്കണമില്ല കേട്ടോ. ചിലത് ബെഡ് തന്നെ നിർബന്ധമുള്ളതുണ്ട്. ഇപ്പോൾ നമ്മളെ ബ്രസീലിയൻ മൾബറി, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച ബ്രസീലിയൻ മൾബറി, അതേമാതിരി വൈറ്റ് മൾബറി, അതൊന്നും ലെയർ പിടിക്കുന്നില്ല. അത് ബെഡ് തന്നെ വേണം. മൾബറി ലെയർ തീരെ പിടിക്കൂല, കമ്പുത്തിയാലും പിടിക്കുന്നില്ല, അത് ബെഡ് തന്നെ വേണം. അപ്പം നമുക്കിപ്പോൾ ഈ ഗ്രീൻ ചാമ്പാൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഇത് ഒരു യെല്ലോ ഷെയ്ഡ്ക്ക് ഒന്നുകൂടി യെല്ലോ ഷെയ്ഡ് ആവാനുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ 0-ലാണ് നിൽക്കുന്നത്. നമ്മളിതിൽ വെച്ച് നോക്കുക. 150 ഗ്രാം തൂക്കണ്ട ഒരു ചാമ്പക്ക. 150 ഗ്രാം ഒരു ചാമ്പക്ക. അത്യാവശ്യം നല്ല സൈസ് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടി ഉള്ളത്. ഒരു 10 ചാമ്പക്ക ഉണ്ടെങ്കിൽ 1.5 കിലോനായി. 10 ചാമ്പക്ക 1.5 കിലോനായി. കറക്റ്റ് കേട്ടോ, 1.5 കിലോനായി.
അപ്പൊ നമ്മളെ വീട്ടിൽ വെക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന 2 വെറൈറ്റീസ് ആണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയത്. പിന്നെ വേറെ ഇനിയുണ്ട്, നമ്മൾ 22ഓളം വെറൈറ്റി ഉണ്ട്. ഇന്നിപ്പോ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇനിയിപ്പോ സമയമില്ല. ഇപ്പൊ ഈ 2 തൈകൾ അത്യാവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാണ്ടാവും. അത്യാവശ്യത്തിനല്ല അല്ല, ഇവിടെ ചോദിച്ചു വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബൾക്കായിട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കത് എത്തിച്ചു കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല, സൗകര്യം ഇല്ല. ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കാം. നമ്മൾ ഇത് മാത്രമല്ല നമുക്ക് ജോലി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല തൈകൾ വേണ്ടവർക്ക് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മധുരവും രുചിയും ഒക്കെ ഉള്ള നല്ല ഏത് ഫ്രൂട്ട്സിൻ്റെയും തൈകൾ വേണ്ടവർക്ക് ഇവിടെ ഉണ്ട്. അത് എല്ലാ ആളുകൾക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 10 വർഷമായിട്ട് ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.